ഈ വീഡിയോയിൽ നിർണായകമായിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്. IMF പാകിസ്ഥാന് $1.2 ബില്യൺ പുതിയ ലോൺ ഡിസ്ബഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് പുതിയ ലോൺ ഇത് കൊടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊടുക്കും മീൻസ് അത് ഓൾറെഡി തന്നെ എഡ്ജ് ഓഫ് റിലീസ് അത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ IMF കുറേ നിർദ്ദേശങ്ങൾ പാകിസ്ഥാന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സജസ്റ്റ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ PIA എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ എയർലൈൻ അതിനെ പ്രൈവറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ കുറച്ച് വരുമാനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തിരിച്ചടവ് ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ PIA ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാകിസ്ഥാനികൾ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. അപ്പോൾ അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതാണ് ഏറ്റവും കൂടുതൽ ഈ PIA പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഒരു കുറവ് അങ്ങനെ പെട്ടെന്ന് രേഖപ്പെടുത്താൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു എയർപോർട്ട് യൂസേജിൽ ഉണ്ടാകുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള വരുമാനം IMF ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ടാണ് IMFനെ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതായത് പാകിസ്ഥാൻ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന ലേലത്തിൽ ഇനി IMFന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി പുറത്തു വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും IMF അതിനെ തുടർന്ന്, അതായത് IMF നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാകിസ്ഥാൻ പാലിക്കും, അത് ഫോളോ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഈ പാകിസ്ഥാൻ എയർലൈൻസിനെ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് IMFന് ആ ഒരു ഉറപ്പ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി പാകിസ്ഥാൻ ചെയ്യാൻ തുനിഞ്ഞത് കൊണ്ടാണ് ശരിക്കും ഈ ഒരു $1.2 ബില്യൺ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന് ലോൺ കൊടുക്കാൻ IMF തയ്യാറായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പാകിസ്ഥാൻ്റെ 24ാമത്തെ ബെയിലൗട്ടാണ്, 24th ബെയിലൗട്ടാണ്. പിന്നെ ഇത് 34 മാസം കൊണ്ടായിരിക്കും ഈ ഒരു ഫണ്ട് പാകിസ്ഥാനിലെത്തുക. അല്ലാതെ പാകിസ്ഥാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഫണ്ട് കൊടുക്കില്ല. 34 മാസം എടുത്ത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഫണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു കാലയളവിൽ, ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഈ ഒരു കാലയളവിൽ നെതന്യാഹുവിനെ പിന്തുണച്ചിരുന്ന ലോക നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് അപ്രിസിയേഷനും നന്ദിയും അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേരും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്ത. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കയുടെ നിലപാട്. അപ്പം അമേരിക്കയുടെ നിലപാട് ക്വാഡിനെ കുറിച്ചുള്ള വളരെ ശക്തമായിട്ടുള്ള മെസ്സേജ് മാർക്കോ റൂബിയോയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് വി ആർ ആൾസോ ഡീപ്ലി കമ്മിറ്റഡ് ടു ദ ക്വാഡ്. എന്തുകൊണ്ട് വി ആർ ആൾസോ എന്ന് പറയുന്നത്? ഞങ്ങളും ക്വാഡിൽ വളരെ ഡീപ്പായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? ഇത് പറയാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയതാരാണ്? അതാണ് ഇന്ത്യ. ഇതിൽ പലർക്കും അമേരിക്കയാണ് ക്വാഡിനെ ഇല്ലായ്മ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ പൊരുത്തക്കേട് കാണിച്ചത്. കാരണം ഇന്ത്യ ക്വാഡിന് മുമ്പേ ഇൻഡോ പസഫിക്കിൽ സ്റ്റാറാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇൻഡോ പസഫിക്കിൽ പണ്ടേ മിടുക്കരാണ്. ഇന്ത്യയുടെ ആ ഒരു മിടുക്ക് കണ്ടിട്ടാണ് അമേരിക് ഇന്ത്യയെ കൂട്ടിച്ചേർത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ക്വാഡിൽ കൂട്ടിച്ചേർക്കുമോ? അമേരിക്കയുടെ G7 ഇന്ത്യ ഉണ്ടോ? ഇല്ലല്ലോ. അമേരിക്കയുടെ 5 ഐസിൽ ഇന്ത്യ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതായത് അവർക്ക് നേട്ടമുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ അവരുടെ ഒരു ഡിഫൻസ് പാർട്ട്ണറായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെ ഒരു റെജീം ക്രിയേറ്റ് ചെയ്തതാണ് അമേരിക്ക. അത് അവർക്ക് തോന്നുമ്പോൾ വന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും തോന്നുമ്പോൾ മീറ്റിംഗ് നടത്താനുമുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ് ക്വാഡിനെ അവർ കണ്ടിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഇവിടെ സൗത്ത് ഏഷ്യ തൊട്ട് ഇൻഡോ പസഫിക്കിലൊക്കെ ചൈന വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായിരുന്നു. ആ ഭീഷണിക്കെതിരെ വളരെ ശക്തമായിട്ട് ഇൻഡോ പസഫിക് റീജിയനിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. അത് ക്വാഡിന് മുമ്പും ഇന്ത്യ ഇതേ മാതൃകയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക ചെറുതായിട്ട് ക്വാഡ് എന്ന് പറഞ്ഞൊരു സഖ്യം കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യം ഇന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞുകൊണ്ട് ക്വാഡ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം അമേരിക്കയാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. വി ആർ ആൾസോ ഡീപ്ലി കമ്മിറ്റഡ് ടു ദ ക്വാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാർക്കോ റൂബിയോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് ഏതാണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കറിൻ്റെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മാർക്കോ റൂബിയോ. മാർക്കോ റൂബിയോ പറയുന്നു പറഞ്ഞാൽ അമേരിക്ക പറയുന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഫാർമേഴ്സിൻ്റെ സൈഡിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള അതൃപ്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഫാർമേഴ്സിൻ്റെ കൂട്ടായ്മയിലൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട് ആൾക്കാർ. ശരിക്കും അവിടെ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നു എന്നത് വെച്ചിട്ട് ഇൻഫ്ലേഷൻ ഇല്ല എന്ന് ഗവൺമെൻറ് കരുതരുത് എന്നാണ് അവിടുത്തെ നിലപാട്. ഇതാണ് അവിടെ ആൾക്കാർ പറയുന്നത്. അതായത് അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുന്നു അമേരിക്കൻസ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഒരു മടിയും കൂടാതെ സാധനം പർച്ചേസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഇവിടെ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് കരുതരുത്, തെറ്റിദ്ധരിക്കരുത് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതിനെ തുടർന്നാണ് ട്രംപ് ഞാൻ താരിഫിൽ നിന്നും റിസീവ് ചെയ്ത കുറേ ഫണ്ടുണ്ട്, ആ ഫണ്ടുകളിൽ കുറച്ച് ചില്ലറ ബില്യൺസ് ഡോളേഴ്സ് ഞാൻ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തിങ്കളാഴ്ച കട തുറന്ന ഉടനെ തന്നെ, കട മീൻസ് വൈറ്റ് ഹൗസ് തുറന്ന ഉടനെ തന്നെ, കാരണം ട്രംപ് അവിടെ ഇരിക്കുന്നിടത്തോളം അതൊരു കടയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്, ഒരു ഷോപ്പ് അത്രേ ഉള്ളൂ. അത് അല്ലാതെ ഒരു ഭരണകൂടമൊന്നും അല്ല അവിടെ ഉള്ളത്, അതൊരു ഷോപ്പാണ്. ഇന്നത്ര വരുമാനം, ഇന്നത്ര വ്യാപാരം, സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പോയിട്ടുണ്ടോ, ഇന്ന് ഏത് സ്റ്റോക്കിനെ താഴെ ഇറക്കണം, ഇന്ന് ഏത് സ്റ്റോക്കിൽ ഗെയിൻ ചെയ്യണം, ആ രീതിയിലുള്ള ചിന്തകളും ആ രീതിയിലുള്ള ഡിസ്കഷൻസും നടക്കുന്ന ഒരു ഓഫീസാണ് ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് ഇപ്പം നിലവിൽ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു അമേരിക്കൻ ഭരണകൂടമായിട്ട് നമ്മൾ കരുതേണ്ട യാതൊരു കാര്യമില്ല. അതൊരു വ്യാപാര കേന്ദ്രം, ഒരു ചന്തയാണ്. അപ്പോൾ ആ രീതിയിൽ കട തുറന്ന ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞത്, ഇന്ത്യയുടെ അരി നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് ഇവിടെ ഡംപ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇന്ത്യയുടെ നെഗോസിയേഷൻ, നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നൊരു ടീം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ആ ടീം ഇന്ത്യ സന്ദർശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ അണ്ടർ സെക്രട്ടറിയെ ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, മുന്നൊരുക്കങ്ങൾ. അതായത് ഇന്ത്യയെ ഒന്ന് റെഡിയാക്കണം, തയ്യാറാക്കണം. ആ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അണ്ടർ സെക്രട്ടറി ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ അരി ഇവിടെ വാങ്ങിച്ച് ഡംപ് ചെയ്ത് വെക്കേണ്ടെന്ന് പറയുന്നത്. ഇന്ത്യയുടെ അരി അവിടെ ഡംപ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ അരി വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇന്ത്യൻസ് ആണ്. അമേരിക്കക്കാരുണ്ട്, മറ്റുള്ള രാജ്യക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി ഇന്ത്യൻ അരി അവിടെ പോകുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഈ അഗ്രികൾച്ചർ മേഖലയിൽ ഇപ്പോഴും പ്രശ്നം തുടരുകയാണ്. ഈ ലാസ്റ്റ് മൊമെന്റ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാക്സിമം പ്രഷർ ഇട്ടുകൊണ്ട് എന്തായാലും ട്രംപിന് ഡിസംബറിന് മുകളിലേക്ക് ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് താരിഫ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇപ്പോൾ ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചർച്ച നടത്തിയാലും മറ്റേ പുനറ്റീവ് താരിഫ് എന്നുള്ളത് എടുത്ത് കളഞ്ഞേ പറ്റൂ, അല്ലാതെ അതിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അഗ്രികൾച്ചർ മേഖല എങ്ങനെയെങ്കിലും മാർക്കറ്റ് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യണം അമേരിക്കയ്ക്ക്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, അതായത് അവരുടെ അണ്ടർ സെക്രട്ടറി ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അമേരിക്കയുടെ മാർക്കറ്റ് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പാൻഷൻ ഓഫ് അമേരിക്കൻ പ്രോഡക്ട്സ് ടു ഇന്ത്യ, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിൽ പ്രധാനമായിട്ട് ഉന്നം വെക്കുന്നത് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ അടിച്ചേൽപ്പിക്കാനാണ്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ ഇടയിലാണ് ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ താരിഫിൽ നിന്നും കിട്ടിയ ഒരു ഫണ്ട്, ശരിക്കും ഇതിനു മുമ്പ് $2000 വെച്ചിട്ട് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ, അതായത് ഒരു നിശ്ചിത തോതിൽ ബിലോ കാറ്റഗറിയിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുടെ, നമ്മളുടെ നാട്ടിൽ BPL കാർഡ്, APL കാർഡ് എന്നൊക്കെ പറഞ്ഞ റേഷൻ കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ BPL കാർഡ് ഓൺ ചെയ്യുന്ന ആൾക്കാർ, ബിലോ പോവർട്ടി ലൈനിൽ കീഴിലുള്ള ആ ഒരു മാർജിനിൽ കീഴിലോ റേഷൻ കാർഡ് ഓൺ ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ നിങ്ങൾ അമേരിക്കയിൽ കരുതിയാൽ മതി. അപ്പോൾ അമേരിക്കയിൽ BPL കീഴിലുള്ള ആൾക്കാർക്ക് $2000 പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരെ ആ ഒരു ഡിസിഷൻ മാറ്റിയിട്ട്, അതെ ഇതാണ് ട്രംപ്. ഇപ്പൊ നിങ്ങളിന്ന് ആലോചിച്ചോണം, ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച പുറത്തുപോയ MTG മാർജോറി ഗ്രീൻ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വുമൺ, അവര് വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കുന്ന പറഞ്ഞാൽ അവർ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് വധഭീഷണി ഉണ്ട്. ട്രംപിന്റെ ധ്വനിയിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർക്ക് വധഭീഷണി ഉണ്ട്, അവർക്കും അവരുടെ മകനും എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഇതാണ്: ട്രംപിന്റെ പോളിസികളെ വിമർശിച്ച് ട്രംപിന്റെ പാർട്ടിയിൽ തന്നെയുള്ള റിപ്പബ്ലിക്കൻസ് തന്നെ ബാക്ക് ഓഫീസിൽ നിന്നും ട്രംപിനെ കളിയാക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അവർ റിപ്പബ്ലിക്കൻ ആയതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇതേപോലത്തെ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഓരോ തവണയും ഓരോ രീതിയിൽ, പക്ഷേ അമേരിക്കൻ കോൺഗ്രസ് മെജോറിറ്റി റിപ്പബ്ലിക്കൻസിനും അതേപോലെ ഡെമോക്രറ്റുകൾക്കും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് താല്പര്യം. കഴിഞ്ഞ 30 ഡെക്കേഡുകളായിട്ട് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ് കൊണ്ടുപോയിരുന്നത്. അത് അവർ ബിൽ ക്ലിന്റൺ തൊട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ബിൽ ക്ലിന്റൺ, ജോർജ് W. ബുഷ്, ബറാക് ഒബാമ, ട്രംപ്, എഗെയിൻ ജോ ബൈഡൻ, ഇവരുടെയൊക്കെ ഭരണകാലത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ രീതിയിൽ, അതായത് ട്രംപ് ഇപ്പോൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി അല്ല ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അഭിപ്രായം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നെഗോസിയേഷൻ്റെ ടൈമിൽ എപ്പോഴും ഈ ഒരു കുറുക്കന്റെ ബുദ്ധി പോലെ ട്രംപിന് ഇങ്ങനെ ഈ ഒരു നെഗോസിയേഷൻ മൈൻഡ് സെറ്റ് അത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അത് അയാളുടെ ഹാബിറ്റാണ്. ആ നെഗോസിയേഷൻ ഹാബിറ്റിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ കുത്തി പറയുന്ന പോലെയുള്ള സംസാരങ്ങളൊക്കെ വരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രഷറുണ്ട്, അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, ഇന്ത്യയുടെ അരി വേണ്ട, ഇന്ത്യയുടെ അരി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇന്ത്യക്കാർ എന്ത് വെച്ച് കഴിക്കും? പിന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയെങ്കിൽ ഇന്ത്യൻ അരി അവിടെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഇതുപോലുള്ള തമാശകളൊക്കെ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ അതുകൊണ്ട് അതായത് സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവമില്ലാത്ത, സ്ഥായിയായിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ലാത്ത വ്യക്തിയാണ് ട്രംപ്. ട്രംപിനെ കളിയാക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ ട്രംപിന്റെ വൈറ്റ് ഹൗസ് ഷോപ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം മാർക്കോ റൂബിയോ, JD വാൻസ്, അതേപോലെയുള്ള പല ആൾക്കാരുണ്ടല്ലോ. ഇവരെല്ലാം ഒരു ടീമിൽ ഇങ്ങനെ നിൽക്കും. ട്രംപ് ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യം പറയും. റൂബിയോ എടുത്ത് പറയും, റൂബിയോ അപ്പുറത്തെ കസേരയിലിരിക്കും. അപ്പോൾ റൂബിയോ പോയി അപ്പുറത്തെ കസേരയിലിരിക്കും. ട്രംപ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും റൂബിയോ വലത്തെ സൈഡിൽ പോയി ഇരിക്കും എന്ന് പറയും. റൂബിയോ വലത്തെ സൈഡിൽ പോയി ഇരിക്കണം. ഇനി അല്ലല്ല വലത്തെ സൈഡ് ശരിയല്ല, നീ വീണ്ടും ഇടത്തെ സൈഡ് പോകുമെന്ന് പറയും. ഇത് ഓരോ 5 മിനിറ്റിൽ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ട്രംപിന്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് സ്ഥായി ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഈ അഡ്മിനിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ട്രംപ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ട്രംപിന്റെ തീരുമാനങ്ങൾ. എനിവേ, അതുകൊണ്ടാണ് ഇവർ എപ്പോഴും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇങ്ങനെ ഒപ്പ് മേടിച്ച് കൂട്ടുന്നത്. എപ്പോഴും ഇങ്ങനെ ട്രംപ് എടുത്ത് കാണിക്കലില്ലേ ഒപ്പിട്ടിട്ട്. സംഭവം വേറെ ഒന്നുമില്ല, അത് ഉറപ്പിക്കലാണ്. സാർ നിങ്ങൾ തന്നെയാണ് ഒപ്പിട്ടത് എന്നെങ്കിലും പറഞ്ഞ് തടി തപ്പി നിൽക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അതിന് ശേഷം പുള്ളി പറയും നീ എന്തിനു ഇത് ചെയ്തത്, അത് ഞാൻ ചുമ്മാ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് പറഞ്ഞതാണെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതാണ് ഇപ്പം അമേരിക്കയുടെ ഉള്ളിലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു കടയിൻ്റെ അവസ്ഥ. ഇത് ഞാൻ തമാശ രൂപേണ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ്, അവർ കടക്കണിയിലേക്ക് പെട്ടിരിക്കുകയാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. വൈകാതെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ വീണിരിക്കുന്ന കടക്കണി എന്താണെന്നും അവരുടെ ഡെഡ് ട്രാപ്പ് എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ നോക്കുന്നതാണ്. കൃത്യമായിട്ട് അവർ ഡെഡ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാൻ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അവർ അമേരിക്കയ്ക്കെതിരെയാണ് ഒരു പരാതി പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക താലിബാന്റെ കൈകളിൽ വിട്ടൊഴിഞ്ഞു പോയ ആ ഒരു ആയുധങ്ങളുണ്ടല്ലോ, ആ ആയുധങ്ങളാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നതായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്ക തന്നെ അന്ന് ഓടിയ ഓട്ടം നമ്മൾ കണ്ടതാണ്. ഏത് അവസ്ഥയിലാണ് ബഗ്രാം ബേസിൽ നിന്നും ലാസ്റ്റ് എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ടേക്ക് ഓഫ് ആയതെന്നുള്ളത് ഈ ലോകം കണ്ടതാണ്. ഇനി അതിൽ കൂടുതൽ നമ്മളൊന്നും പറയാനില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് അവർ എവിടെ നിന്നാണ് ഈ ആയുധങ്ങളൊക്കെ പിറക്കിക്കൊണ്ട് പോകുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടും. താലിബാനിസത്തിനെ അമേരിക്കയ്ക്ക് വേണ്ടി വളർത്തി കൊടുത്തത് പാകിസ്ഥാനികൾ തന്നെയല്ലേ? അപ്പം പിന്നെ അനുഭവിക്കുക, അത്ര തന്നെ. അപ്പം എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.